ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഒരു പൊട്ടറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പൊട്ടറ്റോ, ഒരു സവോള, 2 ചെറിയ വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, കുറച്ച് കാന്താരിമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ സ്ക്വയർ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക, വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചതച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് പാൻ വെച്ചിട്ട് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ വേവിക്കുമ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീക്കെൻഡ്സ് ഇങ്ങനെയാണോ? ഞാനിങ്ങനെ വീക്കെൻഡിൽ ഓരോ പരീക്ഷണമൊക്കെ നടത്താറുണ്ട്. ചിലതെല്ലാം വിജയിക്കും, ചിലതെല്ലാം പാളിപ്പോവും, എന്നാലും വീഡിയോ ഇടും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. ഈ വെള്ളം മുഴുവൻ വറ്റണം. അപ്പോൾ ഞാനത് വേവിക്കാൻ വെച്ചു. ഇത് നമ്മൾ ഇന്നലെ അരച്ച് വെച്ച അപ്പത്തിൻ്റെ ഇതാണ്, നല്ല പുളിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഞാനൊരു 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, തേങ്ങ ഇങ്ങനെ. ഇനി ഇതിനകത്ത് ഒരു കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഒരു 1/4 പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, നമ്മുടെ വെള്ളം മുഴുവൻ പറ്റി ഈ ഉരുളക്കിഴങ്ങും ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് അധികം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ അത് ഇങ്ങനെ ഇതായി പോവും, പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഇതിങ്ങനെ ഇളക്കി പതുക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അത് തിളയ്ക്കൊന്നുമില്ല ഇങ്ങനെ. പിന്നെ അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് നല്ല ചൂടായി വരണം. ഇതുണ്ട്, ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൽ കിട്ടേണ്ടത്. കറി അങ്ങനെ റെഡിയായി വരുന്നത് കൊണ്ട് ഞാനിവിടെ അപ്പവും ഒരു സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം ഒഴിച്ച് ഇനി ഇത് അടച്ച് വെച്ച് ഇതാ വേവിച്ചെടുക്കുക. ഇനി ഇത് കറിയിലോട്ട് അവസാനമായിട്ട് ഒരു കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് ഇത് ഓഫാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഇപ്പം ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഇളക്കിയിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സൈഡിൽ അപ്പമാകുന്നു, ഇവിടെ കറിയാകുന്നു. പിന്നെ ഇതെല്ലാം റെഡിയായ കാരണം കോഫിയാണ്, ബ്ലാക്ക് കോഫി. അപ്പോൾ അതും ഇതിനകത്തിപ്പോൾ കാണുന്നത് ഞാൻ ഏലക്കയും ഇതൊക്കെ ആ കോഫിയിൽ ഓൾറെഡി പൊടിച്ചിട്ടതാണ്. അപ്പോൾ അപ്പം, കോഫി, നമ്മുടെ സ്റ്റൂ. അങ്ങനെ ഒരു വീക്കെൻഡ് മോർണിംഗ് ആയിരുന്നു. ഇപ്പം വീക്കെൻഡ് അല്ലെങ്കിലും നോർമൽ ഡേയ്സിലും എൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഈ പ്ലാന്റ്സിനെല്ലാം വെള്ളം ഒഴിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് അങ്ങനെ എൻ്റെ ടേബിളിൽ കൂടെയും കിച്ചൻ്റെ സൈഡിൽ കൂടെയൊക്കെ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ച് കഴിക്കുക. നല്ല ആവി പാറുന്നുണ്ട്, എല്ലാം കൊണ്ട് നല്ല ചൂടോടെ കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.